മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്ന സംഭവത്തിലേക്കാണ്. അവിടെ ഇന്നിപ്പോൾ ആ ഭാഗത്ത് വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയൊക്കെ ഉണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ 3 അംഗ സംഘത്തിന്റെ പരിശോധന. ഈ വിദഗ്ധ സംഘം ഇന്ന് ഈ പ്രദേശം സന്ദർശിക്കുന്ന വിദഗ്ധ സംഘം നൽകുന്ന റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാകും തുടർ പ്രവർത്തനങ്ങളിലേക്ക് കരാർ കമ്പനിക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്തുണ്ട്. ശാന്തകുമാർ, ദേശീയപാത ഇടിഞ്ഞു വീണ സംഭവം അത്രമേൽ ഗൗരവതരമാണ്. മഴക്കാലം കൂടി എത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയുണ്ട്. എപ്പോഴാണ് പരിശോധന? എന്താണ് സാഹചര്യം? സേതു, നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ഒരു 3 അംഗ സ്വതന്ത്ര സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. ഇന്നലെ ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രൊജക്ട് മാനേജർ ഇക്കാര്യം സൂചിപ്പിക്കുകയുമുണ്ടായി. അത് സ്ഥിരീകരിക്കുകയുമുണ്ടായി. 3 അംഗ സംഘം ഇന്ന് സ്ഥലത്തെത്തി പരിശോധന നടത്തും. ഇന്ന് തന്നെ റിപ്പോർട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് നൽകും. അത് ജില്ലാ കളക്ടർക്കും അതിന്റെ റിപ്പോർട്ടിന്റെ പകർപ്പ് കൈമാറുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇനി തുടർ പ്രവർത്തനങ്ങൾ ഏതെല്ലാം രീതിയിൽ വേണം എന്നുള്ളതിനെ കുറിച്ച് ഉള്ള ആലോചന ഉണ്ടാവുകയുള്ളൂ. അത്തരം കാര്യങ്ങൾ സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളും ഇപ്പോൾ മണ്ണിട്ട് നികത്തി ആണ് അവിടെ ദേശീയപാത നിർമ്മിച്ചതെങ്കിൽ അതിന് പകരം അവിടെ വയോഡക്ട്, അതായത് തൂണിൽ പാലം നിർമ്മിക്കുന്ന രീതിയിലാണെങ്കിൽ അത്തരത്തിൽ ആവശ്യമായ അതെല്ലാം ഒരു സർക്കാർ തലത്തിലും അതുപോലെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിന്ന് തീരുമാനമായി വരേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ഈ പഠന റിപ്പോർട്ടിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഏറെ നാളായി നാട്ടുകാരുടെ ആവശ്യവും ഈ ദേശീയപാത നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയപ്പോൾ തന്നെ ആവശ്യം ഉയർന്നിരുന്നത് തന്നെയായിരുന്നു. ഈ നെൽവയലിലൂടെയാണ് ഈ ദേശീയപാത നിർമ്മിച്ചിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ദേശീയപാതയ്ക്ക് സമാനമായി നേരത്തെ ഉണ്ടായിരുന്ന ദേശീയപാത നിലദാനത്തിൽ നിന്നും ഏകദേശം ഒരു 4 മീറ്റർ ഉയരത്തിൽ മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഏകദേശം 50 മീറ്റർ അധികം ഉയരത്തിലാണ് മണ്ണിട്ട് നികത്തി പുതിയ ദേശീയപാത 6 വരി പാത തയ്യാറാക്കിയിരിക്കുന്നത്. അതാണ് ആ മണ്ണ് താഴേക്ക് താന്നു പോവുകയും അതിനുശേഷം സമീപത്ത് മറ്റൊരു മല പോലെ രൂപപ്പെടുകയും എല്ലാം ചെയ്തിരിക്കുന്നത്. അത് ഗുരുതരമായ ഒരു ഇവർ പരിശോധന നടത്തേണ്ട ഒരു പരിചയക്കുറവുമാണ് അതിനകത്ത് ഉണ്ടായതെന്നുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. കാരണം സാങ്കേതിക മികവ് ഉള്ള ഒരു കരാർ കമ്പനി തന്നെയാണ് നടക്കുന്നതെങ്കിലും അവർക്ക് ആവശ്യമായ രീതിയിൽ ഇത്തരത്തിലുള്ള ഭൂമിയുടെ അല്ലെങ്കിൽ ഈ മണ്ണിന്റെ എല്ലാം ഘടന മനസ്സിലാക്കി ചെയ്യുന്നതിനുള്ള ഒരു പ്രവർത്തന രീതി അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇന്നലെയും ആക്ഷേപം ഉയർന്നിരുന്നത്. അത് തെളിയിക്കുന്നത് തന്നെയായിരുന്നു അവിടുത്തെ അപകടവും സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിക്കാൻ തന്നെയാണ് ഇന്ന് സ്വതന്ത്ര സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ച് പഠന റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം തുടർ നടപടികൾ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെയും തീരുമാനം. ശരി ശാന്തകുമാർ. അപ്പോൾ മലപ്പുറം കൂരിയാട് ഈ ദേശീയപാത തകർന്നു വീണ ആ ഭാഗം, അവിടെ നിന്ന് വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാന്തകുമാർ വെള്ളാലത്ത്.